പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് കൊറിന്ത്യൻസ് 6-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയും, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു, നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഞാനത് നിങ്ങളോട് പറയുന്ന നേരത്ത് പ്രിയമുള്ളവരെ, നമുക്കൊരു വിലയുണ്ടെന്ന് നാം തിരിച്ചറിയുന്ന നേരത്ത്, ആ വില എത്രത്തോളം വലുതാണെന്ന് അറിയുന്ന നേരത്ത് നമുക്ക് നമുക്ക് വേണ്ടി വില മുടക്കിയവനോട് നമുക്ക് തോന്നുന്ന ഒരു വികാരമുണ്ട്, ഒരു വലിയ സ്നേഹമുണ്ട്, ഒരു താല്പര്യമുണ്ട്. ഞാനിത് നിങ്ങളോട് പറയുന്ന നേരത്ത് നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കുഞ്ഞാടിൻ്റെതിനേക്കാൾ നിഷ്കളങ്കമായ ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തമാകുന്നു. ഈ രക്തം കൊണ്ട് നിങ്ങളെ വിലയ്ക്ക് മേടിക്കുക എന്ന് പറയുന്ന നേരത്ത് എന്തിൽ നിന്ന് മേടിച്ചു എന്നത് ഒരു ചോദ്യമാണല്ലോ. എന്തിൽ നിന്ന് മേടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് എന്നേക്കുമായി ക്രിസ്തു നിങ്ങളെ തൻ്റെ രക്തം കൊടുത്ത് വില കൊടുത്ത് മേടിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന പാക്കറ്റ് നിറയുള്ള ബ്ലഡിന് നമ്മൾ എത്ര വില കൊടുക്കാനായിട്ട് നോക്കിയാലും അത് സാധ്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ, കാരണം ഇറ്റ് ഈസ് പ്രൈസ്ലെസ്, റൈറ്റ്? കാരണം ഒരാളുടെ ജീവൻ അടങ്ങിയിരിക്കുന്ന രക്തത്തിന് വിലയിടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ജീവന് വേണ്ടി തരുന്ന നേരത്ത് ആ സ്നേഹം നിങ്ങളോടുള്ളത് വലുതാകിയാൽ ആ രക്തം നൽകി അവിടെ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കാൻ തയ്യാറായി. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തിനാലോ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരല്ല, പ്രൈസ്ലെസ് ആയിരിക്കുന്ന, ഒരിക്കലും ഒരു മനുഷ്യനും വിലയിടാൻ കഴിയാത്ത രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു. ദാറ്റ് മീൻസ് യു ആർ പ്രൈസ്ലെസ്. ഒരിക്കലും ഒരു മനുഷ്യനും വിലയിടാൻ കഴിയാത്തൊരു സാധനം കൊണ്ട് നിങ്ങളെ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിലയിടാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, കേവലം ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ജീവിതത്തെ വെറുതെ വിലയിട്ട് നശിപ്പിക്കാതെ നിങ്ങൾ വിലയിടാൻ കഴിയാത്ത നിലവാരത്തിൽ ഉയർന്നവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉന്നതത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയരട്ടെ. ചില വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ മാറ്റിവെച്ചിരിക്കുന്നതായിട്ട് തിരിച്ചറിവുണ്ടാകട്ടെ. സോ ഗോഡ് ബ്ലെസ് യു. ആമേൻ.